ബിഗിനേഴ്സിന് ഏറ്റവും പെട്ടെന്ന് സ്ട്രെങ്ത് കൂട്ടാനും മസിൽ ഗെയിൻ ചെയ്യാനും അതുപോലെ റിസൾട്ട് കിട്ടാനും ഒക്കെ വളരെ നല്ല ഒരു സ്പ്ലിറ്റാണ് ഫുൾ ബോഡി സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ എന്താണ് ഫുൾ ബോഡി സ്പ്ലിറ്റ് എന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ മസിൽസിന് വേണ്ടി ഏതൊക്കെ എക്സസൈസ് ആണ് ഈ സ്പ്ലിറ്റിൽ ഉള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ ഒരു സാമ്പിൾ വർക്കൗട്ട് പ്ലാനും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പ്രാവശ്യം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളെയും കൂടിയിട്ടാണ് ഒരു ജിം സെഷൻ എന്ന് പറയുന്നത്. മിക്ക ആളുകളും ഒരു ദിവസം ഒരു ജിം സെഷൻ ആയിരിക്കും ചെയ്യാം. ചില ആളുകൾ 2 സെഷൻ ചെയ്യും. അത് പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും 2 സെഷൻസ് ചെയ്യാം. ഈ ഫുൾ ബോഡി സ്പ്ലിറ്റിൽ ഒരു ദിവസം നിങ്ങൾ ഒരു സെഷൻ മാത്രമേ ചെയ്യൂ. 4 മുതൽ 8 വർക്കൗട്ട്സ് വരെ നിങ്ങൾക്ക് ഒരു സെഷനിൽ ചെയ്യാം. ഒരു വർക്കൗട്ടിൽ കുറേ സെറ്റ്സ് നിങ്ങൾ ചെയ്യാം അല്ലേ. അപ്പോൾ 3 മുതൽ 5 സെറ്റ്സ് വരെ ഒരു വർക്കൗട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു സെറ്റ്സിൽ കുറേ റെപ്സ് ഉണ്ടല്ലേ. അപ്പോൾ 5 മുതൽ 12 റെപ്പ് വരെ നിങ്ങൾക്ക് ഒരു സെറ്റിൽ ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി സ്പ്ലിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. മൺഡേ നിങ്ങളിപ്പോൾ ഒരു ഫുൾ ബോഡി സ്പ്ലിറ്റ് സെഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ട്യൂസ്ഡേ നിങ്ങൾക്ക് റെസ്റ്റ് ഡേ ആയിരിക്കും. അതുപോലെ വീണ്ടും രണ്ടാമത്തെ ഫുൾ ബോഡി സെഷൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വെനസ്ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തേഴ്സ്ഡേ നിങ്ങൾക്കൊരു റെസ്റ്റ് ഡേ ആയിരിക്കും. മൂന്നാമത്തെ ഫുൾ ബോഡി സെഷൻ നിങ്ങൾ ചെയ്യുന്നത് ഫ്രൈഡേ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് റെസ്റ്റ് ഡേയ്സ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി സെഷൻ കഴിഞ്ഞാൽ മിനിമം 48 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. അതായത് ഒരു ആഴ്ചയിൽ നിങ്ങൾ 3 ദിവസം വർക്കൗട്ട് ചെയ്യും, 4 ദിവസം നിങ്ങൾ ഓഫ് ആയിരിക്കും, അതായത് റെസ്റ്റ് ഡേയ്സ് ആയിരിക്കും. ഒരു നല്ല ഫുൾ ബോഡി വർക്കൗട്ട് പ്ലാനിൽ നിങ്ങൾക്ക് ഒരു ലോവർ ബോഡി പുൾ ഉണ്ടായിരിക്കും, ഒരു ലോവർ ബോഡി പുഷ് ഉണ്ടായിരിക്കും, അതേപോലെ ഒരു അപ്പർ ബോഡി പുൾ ഉണ്ടായിരിക്കും, ഒരു അപ്പർ ബോഡി പുഷ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു കോർ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ഐസൊലേഷൻ വർക്കൗട്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഇതൊക്കെ ഓരോ കാറ്റഗറീസ് ആണ്. ലോവർ ബോഡി പുഷ് എന്ന് പറയുമ്പോൾ സ്ക്വാട്സ്, ലെഗ് പ്രസ് എന്നിങ്ങനെയുള്ള വർക്കൗട്ടുകൾ. ലോവർ ബോഡി പുൾ എന്ന് പറയുമ്പോൾ ഡെഡ് ലിഫ്റ്റ്, റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള വർക്കൗട്ടുകൾ. അപ്പർ ബോഡി പുഷ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ് എന്നീ മസിൽസിനുള്ള വർക്കൗട്ടുകൾ. അപ്പർ ബോഡി പുൾ എന്ന് പറയുമ്പോൾ ബൈസെപ്സിനും ട്രൈസെപ്സിനുള്ള വർക്കൗട്ടുകൾ. കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ലീക്സിനും നമ്മുടെ ആപ്സിനും വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മസിലിന് വേണ്ടിയിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനെയാണ് ഐസൊലേഷൻ വർക്കൗട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണമെങ്കിൽ വേണ്ട. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ 5 കാറ്റഗറീസിലുള്ള വർക്കൗട്ട്സ് നിങ്ങൾ എന്തായാലും ഒരു സെഷനിൽ ചെയ്തിരിക്കണം. അപ്പോൾ ഈ 5 കാറ്റഗറിയിൽ നിന്നും ഓരോ വർക്കൗട്ട് വീതം നിങ്ങൾ ഒരു സെഷനിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഒരു സെഷനിൽ 5 വർക്കൗട്ട്സ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഒരു ഐസൊലേഷൻ വർക്കൗട്ട് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 6 വർക്കൗട്ട്സ് ഉണ്ടാവും ചെയ്യാൻ. ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു സാമ്പിൾ ഫുൾ ബോഡി സ്പ്ലിറ്റ് വർക്കൗട്ട് പ്ലാന് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സാമ്പിൾ വർക്കൗട്ട് പ്ലാൻ പ്രകാരം ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, സൺഡേ റെസ്റ്റ് ഡേയ്സ് ആയിരിക്കും. അതേപോലെ ഓരോ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറീസിൽ നിന്നും ഓരോ വർക്കൗട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് ലോവർ ബോഡി പുഷ് ആയാലും ലോവർ ബോഡി പുൾ ആയാലും അപ്പർ ബോഡി പുഷ് ആയാലും അപ്പർ ബോഡി പുൾ ആയാലും കോർ ആയാലും അങ്ങനെ 5 കാറ്റഗറീസിൽ നിന്നും 5 വർക്കൗട്ട്സ് ഞാൻ ഈ 3 ദിവസവും ആഡ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ട്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നെക്സ്റ്റ് വീക്ക് ഇതേ വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 months നിങ്ങൾക്ക് ഇതേപോലെ തുടരാവുന്നതാണ്. അതുപോലെ ഓരോ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നന്നായിട്ട് വാമപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഓരോ സെഷൻ കഴിഞ്ഞാലും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഓരോ സെറ്റിന് ശേഷവും
1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടൈം എഫിഷ്യൻസിയാണ്. നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ദിവസവും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, ഉള്ള സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ഫുൾ ബോഡി സ്പ്ലിറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കാവും. കാരണം ആഴ്ചയിൽ 3 ദിവസമാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആ 3 ദിവസം നിങ്ങൾ എല്ലാ ബോഡി മസിൽസിന് വേണ്ടിയിട്ടും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് മസിൽ സിമുലേഷൻ ആണ്. അതായത് നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം എല്ലാ മസിൽസും ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ 3 പ്രാവശ്യം ഹിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മസിൽ ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ സ്ട്രെങ്ത് കൂടാനും സഹായിക്കുന്നു. ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഫിറ്റ്നസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫുൾ ബോഡി വർക്കൗട്ടിൽ മിക്ക വർക്കൗട്ട്സും കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ മസിൽസ് ഉപയോഗിച്ചിട്ട് അല്ലെ ജോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഡെയിലി ലൈഫ് നോക്കുകയാണെങ്കിൽ അത് മിമിക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വർക്കൗട്ട്സ് ഒക്കെ വരുന്നത്. നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല ഫിസിക്കൽ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്ത് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ കട്ടിലൊക്കെ ഉയർത്തി കൊണ്ടുപോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഫോർ ബിഗിനേഴ്സ് ആണ്. ഒരു തുടക്കക്കാരന് ഏറ്റവും നല്ല വർക്കൗട്ട് സ്പ്ലിറ്റാണ് ഫുൾ ബോഡി. കാരണം മറ്റു വർക്കൗട്ട് സ്പ്ലിറ്റുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് വളരെ കൂടുതൽ മസിൽ ഗെയിൻ ചെയ്യാനും സ്ട്രെങ്ത് കൂട്ടാനും അതേപോലെ റിസൾട്ട് ഉണ്ടാക്കാനും ഈ സ്പ്ലിറ്റിന് സാധിക്കും. ഇനി നമുക്ക് ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഡ്രോബാക്ക് ഫാറ്റീഗ് ആണ്. അതായത് ഒരു ഫുൾ ബോഡി സ്പ്ലിറ്റ് മറ്റ് സ്പ്ലിറ്റുകളെ അപേക്ഷിച്ച് ക്ഷീണം ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് നിങ്ങൾ ഒരു മസിലിന് വേണ്ടിയിട്ട് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഐസൊലേറ്റഡ് വർക്കൗട്ട് കൂടുതൽ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഫുൾ ബോഡി വർക്കൗട്ട്സ് ആണ്. അതായത് എല്ലാ ബോഡി പാർട്ടും ഒരുമിച്ച് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് ആണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ വലിയ ബൈസെപ്സും ട്രൈസെപ്സും ഉണ്ടാക്കാനാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ ഈ സ്പ്ലിറ്റ് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വേറെ സ്പ്ലിറ്റ് ചൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് ഓവറോൾ സ്ട്രെങ്ത്തും ഓവറോൾ മസിൽ ഗെയിനും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പ്ലിറ്റാണ്. ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ മൂന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് റിക്കവറി ഡിമാൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർക്കൗട്ട് സെഷൻ കഴിഞ്ഞാൽ മിനിമം 48 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. വീക്ക്ലി അടുപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു 72 hours എങ്കിലും റെസ്റ്റ് ആവശ്യം വരുന്നുണ്ട്. അതായത് സാറ്റർഡേ സൺഡേ 2 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ബോഡി പാർട്ടും അറ്റ് എ ടൈം ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് അത്രയും റിക്കവറി ടൈം ആവശ്യമാണ്. എന്നാലേ മസിൽസ് റിപ്പയർ ചെയ്തിട്ട് റീബിൽഡ് ചെയ്യാനുള്ള ടൈം നമ്മുടെ ബോഡിക്ക് കിട്ടും. ഫുൾ ബോഡി സ്പ്ലിറ്റിൻ്റെ നാലാമത്തെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ നോട്ട് ഐഡിയൽ ഫോർ ബോഡി ബിൽഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിലോ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടി ജിമ്മിലേക്ക് വരുന്ന ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് ഫുൾ ബോഡി സ്പ്ലിറ്റ് അത്ര വർക്ക് ചെയ്യില്ല. കാരണം ബോഡി ബിൽഡിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസിൽ ഡെഫിനിഷൻ. നിങ്ങൾക്ക് ഓരോ മസിൽസും ഇങ്ങനെ കട്ട എടുത്തു വെച്ച പോലെ കാണണമെങ്കിൽ അതിന് ഐസൊലേഷൻ വർക്കൗട്ട്സ് മസ്റ്റാണ്. അപ്പോൾ ഫുൾ ബോഡി സ്പ്ലിറ്റ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ബോഡി ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫുൾ ബോഡി സ്പ്ലിറ്റ് എന്നും എന്തൊക്കെയാണ് ഫുൾ ബോഡി സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്നും എന്തൊക്കെയാണ് ഡ്രോബാക്സ് എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത സാമ്പിൾ നിങ്ങൾക്ക് ട്വീക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രെയിനറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടോ യൂസ് ചെയ്യാം. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാമ്പിളാണത്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫുൾ ബോഡി സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം. ഞാൻ എത്രയും പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള കുറേ സ്പ്ലിറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോ വീഡിയോയിലൂടെ അത് ഓരോന്നും നോക്കാം. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ബൈ.